ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറയുന്ന പോസ്റ്റിലെ സിലബസും അതുപോലെ തന്നെ ആ എക്സാമിന്റെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കും. എല്ലാവർക്കും ഭയങ്കര ആംബിഗ്വിറ്റി ഉള്ള ഒരു പോസ്റ്റാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിടെക് സിവിലുകാർക്കും BRക്കാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിന്റെ സിലബസ് വന്നപ്പോഴത്തേക്ക് സിവിലുകാരുടെ ഒരു കാര്യം പോലും ഇല്ലാതെ, അതായത് ഒരു ടോപ്പിക് പോലും സിവിൽ റിലേറ്റഡ് ഇല്ലാതെ കംപ്ലീറ്റ്ലി പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ BRക്കാരെ ഫേവർ ചെയ്തിട്ടാണ് നമുക്ക് സിലബസ് വന്നിട്ടുള്ളത്. ആൻഡ് നമുക്ക് ഇതിന് മുന്നേ 2015-16 ആ ഒരു കാലയളവിൽ നമ്മുടെ ഇതേ സെയിം എക്സാം നടക്കുകയും അതുപോലെ തന്നെ ടൗൺ പ്ലാനിംഗ് ഓഫീസറിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എക്സാം നടക്കുക, അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സാം നടക്കുകയും അപ്പം നടന്ന എക്സാം എന്ന് പറയുന്നത് നമുക്ക് സിവിലും കൂടി വെയിറ്റേജ് ഉണ്ടായിരുന്നു. GK ഉണ്ടായിരുന്നു 20 മാർക്സ്, പിന്നെ സിവിൽ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് ഒരു മൊഡ്യൂളായിരുന്നു ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദിസ് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസ് ഒന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് കൂടുതലും അർബൻ പ്ലാനിംഗ്, ഹിസ്റ്ററി, തിയറി, സിസ്റ്റംസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് ഫസ്റ്റ് സിലബസിലൂടെ ഒന്ന് പോയതിനു ശേഷം എക്സാമിന്റെ ഫീച്ചേഴ്സും ബാക്കി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷനിലേക്കും പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ കാറ്റഗറി. 2 കാറ്റഗറിയാണ്, 3 കാറ്റഗറിയാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൗൺ പ്ലാനിംഗ് ഓഫീസർ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് കാറ്റഗറി 550/2021, 32/2022, 423/2021. ഇത്രയാണ് നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ബിടെക്കാർക്കും ബിടെക് സിവിലുകാർക്കും അതുപോലെ തന്നെ BRക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ 2 കൂട്ടരും ഒരേപോലെ അപ്ലൈ ചെയ്തിട്ടും വെയിറ്റേജ് ഒക്കെ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ 100 മാർക്സിന്റെ എക്സാം ആണ്. ആസ് ഓൾ എക്സാംസ്, എല്ലാ എക്സാമിനും പോലും അങ്ങനെയാണ് 100 മാർക്കിന്റെ എക്സാം ആണ്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ എക്സാം ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ കോഴ്സസ് നമ്മൾ പഴയ സിലബസ് വെച്ചിട്ടായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ സിലബസ് വന്നതിന് ശേഷം നമ്മൾ പുതിയ സിലബസ് പ്രകാരമായിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ നമ്മുടെ ആപ്പിൽ ക്ലാസ്സസ് ആസ് പെർ സിലബസ് അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ കുറെ പേര് അതിന്റെ ക്വറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലബസ് വ്യത്യാസപ്പെട്ട് വന്നു, അപ്പം എന്താ ഞങ്ങൾ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. സോ വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സിലബസ് അനുസരിച്ച് തന്നെ അപ്ലോഡ് ചെയ്യും. സോ കമ്മിങ് ടു ഫസ്റ്റ് പാർട്ട്, 10 മാർക്കിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് സിവിലുകാർക്ക് പഠിക്കാൻ പറ്റുമോ? എന്തായാലും ആർക്കിടെക്ചറുകാർക്ക് അല്ലെങ്കിൽ എംപ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് എംപ്ലാനിങ് എടുത്തവർക്കാണെങ്കിലും ഇത് എളുപ്പമായിരിക്കും കുറച്ചുകൂടെ പഠിക്കാനായിട്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 10 മാർക്ക് ഉള്ളത് ഏർബൻ പ്ലാനിങ്, ഹിസ്റ്ററി, തിയറി ആൻഡ് സിസ്റ്റം ആണ്. അപ്പം അതിനകത്ത് നമുക്ക് പ്ലാനിങ് ആണ്, അതായത് പ്ലാനിങ് പ്രോസസ്സ്, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന കുറച്ച് ടേംസുകൾ ഉണ്ട് നമുക്ക്, അതായത് സിറ്റി ആൻഡ് റീജിയൻ, റൂറൽ അർബൻ ഫ്രിഞ്ച് എന്താണ്, റൂറൽ അർബൻ കണ്ടിന്യൂം എന്താണ്, അർബനൈസേഷൻ, ഇമ്പാക്ട് ഓൺ പ്ലാനിങ് പ്രോസസ്, സബ് ഫീൽഡ് വിത്ത് പ്ലാനിങ്, ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, എൻവയോൺമെന്റൽ പ്ലാനിങ്, റീജിയണൽ പ്ലാനിങ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഏർലി ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, അതിന്റെ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇതിന്റെ കുറച്ച് ഭാഗമൊക്കെ, ഇത് വലിയ പ്രശ്നമില്ല ബിക്കോസ് ഇത് നമ്മുടെ ബിടെക്കുകാരും എനിക്ക് ഒന്ന് നമ്മുടെ ആർക്കിടെക്ചറൽ ടൗൺ പ്ലാനിങ് ATP എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്, അവർക്ക് കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു. KT ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിലബസ് പ്രകാരം എനിക്കറിയത്തിലുണ്ടായിരുന്നു, പക്ഷെ പണ്ടത്തെ കുറെ ബിടെക്കുകാർക്കൊക്കെ ഇത് കുറച്ചൊന്ന് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബേസിക് എലമെന്റ്സ് ഓഫ് എ സിറ്റി, സെറ്റിൽമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ജോഗ്രഫിക്കൽ, ക്ലൈമറ്റ്, സോഷ്യോ എക്കണോമിക്കൽ, പക്ക തിയറിയാണ്, ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാം. ഇനി കുറച്ച് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതും നമ്മുടെ എന്താ പറയുക ഏർബൻ പ്ലാനിങ് പോർഷൻ നമ്മുടെ സിലബസിനുള്ള പോർഷൻസിന് സിമിലർ ആയിട്ടുള്ളൊരു പാരഗ്രാഫാണിത്. ഏൻഷ്യൻ സിറ്റീസ്, മിഡീവൽ, റിനൈസൻസ്, ഇൻഡസ്ട്രിയൽ, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റീസ്, കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, സിറ്റി പ്ലാനിങ്. ഇത് നമ്മുടെ ഏർബൻ പ്ലാനിങ്ങിൽ സിലബസിൽ പഠിക്കുന്നതാണ്. പെട്രിക് ഗഡീസ് ഉണ്ട്, ലൂയിസ് മംഫോർഡ് ഉണ്ട്, ലീ കോർബസിയർ, ഫ്രാങ്ക് ലോയിഡ് റൈറ്റ്, സിയോ ഡോക്സാഡിയസ്, ക്ലാരൻസ് പെറി, ക്ലാരൻസ് സ്റ്റീൻ, പീറ്റർ ഹോൾ, പീറ്റർ കാൽട്രോപ്പ് എക്സെട്ര. ഇവരൊക്കെ എന്താണ് നമ്മുടെ പ്ലാനിങ്, ഈ ഇൻഡിവിജ്വൽസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ടു സിറ്റി പ്ലാനിങ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ഗ്ലോബലൈസേഷൻ, അർബനൈസേഷൻ വരും. പിന്നെ ഇന്ത്യൻ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റിയുടെ എല്ലാ പ്ലാനിങ്, അതായത് പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റീസ് ലൈക്ക് ചണ്ഡീഗഡ്, നവി മുംബൈ പോലെയുള്ള പ്ലാൻഡ് സിറ്റീസ് ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റിൽമെന്റ് സിസ്റ്റം അതായത് പണ്ട് പ്രീ കൊളോണിയൽ സ്പേഷ്യൽ പാറ്റേൺസ് ഓഫ് അർബനൈസേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് തിയറി ഓഫ് സിറ്റി ഫോം വരുമ്പോഴത്തേക്ക് അതിനകത്ത് നൊമേറ്റീവ് മോഡൽസ് വരും, കോസ്മിക് മെഷീൻ, ഓർഗാനിക് കോൺസെൻട്രിക് സോൺ തിയറി പഠിക്കാനുണ്ട്, സെക്ടർ തിയറി പഠിക്കാനുണ്ട്. ഈ സെക്ടർ തിയറിയാണ് നമ്മുടെ നവി മുംബൈയുടെ ഡെവലപ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ളത്. മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി ഉണ്ട്, എബ്നസർ ഹവാസ് ഗാർഡൻ സിറ്റി കൺസെപ്റ്റ്, ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് വാല്യൂ തിയറം ഓഫ് വില്യം അലൻസോ, മോഡ്സ് ഓഫ് പ്ലാനിംഗ്, റാഷണൽ, ബ്ലൂ പ്രിന്റ്സ്, സിനോപ്റ്റിക്, ഇൻക്രിമെന്റൽ, അഡ്വക്കസി, പാർട്ടിസിപ്പേറ്ററി, പൊളിറ്റിക്കൽ എക്കണോമി അപ്രോച്ച്, കമ്മ്യൂണിക്കേറ്റീവ് മോഡൽ, അങ്ങനത്തെ കാര്യങ്ങൾ. എമർജിംഗ് കൺസെപ്റ്റ് വരുമ്പോൾ ന്യൂ അർബണിസം,
ജസ്റ്റ് സിറ്റി, ഗ്ലോബൽ സിറ്റി, ഇൻഫർമേഷൻ സിറ്റി, ഇൻക്ലൂസീവ് സിറ്റി, സേഫ് സിറ്റി, സസ്റ്റൈനബിൾ സിറ്റി. ഇതൊക്കെ എന്താണ് എന്നുള്ള ഡെഫിനിഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അത് 10 മാർക്കാണ്. അപ്പം സിവിലുകാർക്കാണെങ്കിലും ആ 10 മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. BRക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി പ്ലാനിങ് ടെക്നിക്സ് ആണ് വരിക. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതും ബിടെക്കുകാർ നമ്മുടെ ടൗൺ പ്ലാനിങ് പേപ്പറിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ BRക്കാരും പഠിക്കുന്നതാണ്. അപ്പൊ അത് എളുപ്പമുള്ള 10 മാർക്കാണ്. ഡെവലപ്മെന്റ് പ്ലാൻസ് ആണ്. അതിനകത്ത് റീജിയണൽ പ്ലാൻ, പെർസ്പെക്റ്റീവ് പ്ലാൻ, മാസ്റ്റർ പ്ലാനിങ്, ടൗൺ പ്ലാനിങ് സ്കീം, ലേഔട്ട് പ്ലാൻ, സ്ട്രക്ചർ പ്ലാൻ, ഡിസ്ട്രിക്ട് പ്ലാൻ, then action area plan, subject plan, hierarchy of plans and its significance. പിന്നെ district planning committees, metropolitan planning committees, different development authorities, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സോണൽ പ്ലാൻസ്, ഏരിയ ഡെവലപ്മെന്റ് പ്ലാൻസ്, ഡെവലപ്മെന്റ് സ്കീംസ്, urban renewal, redevelopment, city development plans, planned unit development, etc. പിന്നെ ലാൻഡ് യൂസ്, സോണിംഗ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ നമുക്ക് ഫിസിക്കൽ സർവേ, ഡേറ്റാബേസ് ഫോർ ഫിസിക്കൽ സർവേസ്, ലാൻഡ് യൂസ്, ബിൽഡിംഗ് യൂസ്, ഡെൻസിറ്റി, ബിൽഡിംഗ് ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ബേസ് മാപ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റീജിയണൽ പ്ലാൻ, സിറ്റി പ്ലാൻ, സോണിംഗ് പ്ലാൻ, ലോക്കൽ ഏരിയ പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ GIS, ഏരിയൽ ഫോട്ടോഗ്രാഫി, റിമോട്ട് സെൻസിങ്, ഫോട്ടോഗ്രാമെട്രി, ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ, മാപ്പിംഗ്, GIS ടെർമിനോളജി, കോർഡിനേറ്റ് സിസ്റ്റംസ്, അങ്ങനത്തെ കാര്യങ്ങൾ. റിമോട്ട് സെൻസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സർവേയിൽ പഠിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പിന്നെ ഡിസൈർ ലൈൻ ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ത്രെഷോൾഡ്, ഗട്ട്മാൻ സ്കാലോഗ്രാം ചിലപ്പോൾ ഒരു പുതിയ ടേം ആയിരിക്കും, എന്താ അത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ത്രെഷോൾഡ് അനാലിസിസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, SWOT അനാലിസിസ് കുറച്ചൊക്കെ എംടെക് ചെയ്തവർക്ക് SWOT ഒക്കെ കുറച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും. പ്ലാനിങ് മോഡൽസ്, ദെൻ സ്പേഷ്യൽ സ്റ്റാൻഡേർഡ്സ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ബെഞ്ച് മാർക്ക്, വേരിയബിൾ സ്റ്റാൻഡേർഡ്സ്, പിന്നെ നാഷണൽ ബിൽഡിംഗ് കോഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അർബൻ ലാൻഡ് സോണിങ്, ദെൻ ട്രാൻസിറ്റ് ഓഡിറ്റ് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ മൂവ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ട്രാൻസിറ്റ്, ലൈക്ക് നമ്മൾ വർക്ക് പ്ലേസിന്റെ ഒക്കെ ഓറിയന്റഡ് ആയിട്ടുള്ള. ദെൻ ഇന്റലിജന്റ് അർബനിസം, current policies and programs in city and metropolitan planning at various level, public participation in planning process. പിന്നെ അടുത്ത വരുന്നതാണ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഇന്ത്യയിലും കേരളയിലുമുള്ള ലീഗൽ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് വർക്ക് ഇൻ പ്ലാനിങ് പ്രാക്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സിറ്റി ആൻഡ് മെട്രോപൊളിറ്റൻ പ്ലാനിങ് ആണ് അടുത്ത മൊഡ്യൂൾ. അത് 5 മാർക്കാണ്. സിറ്റി എങ്ങനെയാണ് ഗ്രോ ചെയ്തത്, എക്കോസിസ്റ്റം, റിസോഴ്സസ് ഇൻ സിറ്റീസ്, മെട്രോപൊളിറ്റൻ മെഗാ സിറ്റീസ്, പിന്നെ സിറ്റി ഫ്രിഞ്ച് പെറിഫറി, ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ ലിങ്കേജ്, പെറി അർബൻ ഡെവലപ്മെന്റ്, മൾട്ടി ന്യൂക്ലിയർ ഡെവലപ്മെന്റ്, ട്രെൻഡ്, ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്റ്റൻഡഡ് മെട്രോപൊളിറ്റൻ റീജിയൻ, പിന്നെ മൈഗ്രേഷൻ വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോഷ്യോ എക്കണോമിക് ബേസിസ് ഫോർ പ്ലാനിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫാമിലി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രൂപ്പ്, അസോസിയേഷൻ, അതുപോലെ തന്നെ കുറെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം വായിച്ച് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് 10 മാർക്ക് ഉണ്ട്. എക്കണോമിക്സ് ഉണ്ട് അതിനകത്ത് കുറച്ച്. ആ എക്കണോമിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി പഠിക്കാനായിട്ട്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ചില എംടെക്കുകാർക്ക്, അതായത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഒക്കെ സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അതിനകത്തും കുറച്ച് നമ്മുടെ എന്താ പറയുക എക്കണോമിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് എക്കണോമിക്സിന്റെ ബേസിക്സ്, കൺസെപ്റ്റ് ഓഫ് എക്കണോമിക്സ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, GDP എന്താണ്, GNP എന്താണ്, പെർ ക്യാപിറ്റൽ ഇൻകം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രൊഡക്ഷൻ, എക്കണോമീസ് ഓഫ് സെയിൽ, urban and regional growth, economics concept of land, പിന്നെ സ്കോപ്പ് ഓഫ് ലാൻഡ് എക്കണോമിക്സ്, റിലവൻസ് ഓഫ് സ്പേഷ്യൽ പ്ലാനിങ്, ദെൻ മാർക്കറ്റ് മെക്കാനിസം, ലാൻഡ് യൂസ് പാറ്റേൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദെൻ അർബൻ ഏരിയാസ് എടുക്കുമ്പോഴത്തേക്ക് പോവർട്ടി, മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോബ്ലം, ഫുൾ നമ്മുടെ എന്താ പറയുക എക്കണോമിക്സ് ഭാഗങ്ങളാണ്. പോപ്പുലേഷൻ ആൻഡ് ഡെമോഗ്രഫി, പോപ്പുലേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യ, ദെൻ നമുക്ക് പിന്നെ വരുന്നത് പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ, കോമ്പോസിഷൻ, ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഡിറ്റർമിനൻസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, മൈഗ്രേഷൻ ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ ഇൻ സെറ്റിൽമെന്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്ലാനിങ്, ഡെമോഗ്രഫിക് ട്രാൻസിഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഹൗസിംഗ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് 10 മാർക്ക് വരും. അതും അത്യാവശ്യം എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഹൗസിംഗ്, അതിന്റെ റെലവൻസ്, കൺസെപ്റ്റ് ഓഫ് ഹൗസ് ഹോൾഡ്, ഹാബിറ്റബിൾ റൂം എന്താണ്, ഹാബിറ്റബിൾ ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അഡ്വക്കേറ്റ് ഹൗസിംഗ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹൗസിംഗ്, ഡെഫിനിഷൻ, പിന്നെ ഹാബിറ്റാറ്റ് അജണ്ട എന്താണ്, ന്യൂ അർബൻ അജണ്ട എന്താണ്, ഗ്ലോബൽ ഹൗസിംഗ് ചാലഞ്ചസ് എന്താണ്, പിന്നെ എക്കണോമിക്സ് ഓഫ് ഹൗസിംഗ് സ്റ്റോക്ക്, ഹൗസിംഗ് സ്റ്റോറേജ്, ഹൗസിംഗ് നീഡ് ആൻഡ് ഡിമാൻഡ്, അഫോർഡബിലിറ്റി, ഹൗസ് ഹോൾഡ് ഇൻകം ഹൗസിംഗ്, പിന്നെ പുവർ ഹൗസ്ലെസ് പോപ്പുലേഷൻ, സ്ലം, ഇൻഫോർമൽ സെറ്റിൽമെന്റ്,
ഹൗസിംഗ് ടോപ്പോളജീസ്, ഹൗസിംഗ് ഏജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഹൗസിംഗ് കണ്ടീഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഹൗസിംഗ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ ഹൗസിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ വെൽത്ത്, GDP, എംപ്ലോയ്മെന്റ് ക്രിയേഷൻ, ഈ ഹൗസിംഗ് കാരണം എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ ഉണ്ടാവുന്നു, ഹൗസിംഗ് ഫൈനാൻസ്, നാഷണൽ പ്ലാനിൽ ഹൗസിംഗ് എന്തൊക്കെ വന്നു, ഹൗസിംഗ് ഫോർ ദ പുവർ, സ്ലംസ്, ക്വാർട്ടേഴ്സ്, ഇൻഫോർമൽ സെക്ടർ ഹൗസിംഗ്, കാസ്റ്റ്, എത്നിക് ആൻഡ് ക്ലാസ് ഗ്രൂപ്പിംഗ്, സെഗ്രിഗേഷൻ ഇൻ ഹൗസിംഗ്, ജെൻഡർ ഡയമെൻഷൻസ് ഓഫ് ഹൗസിംഗ്, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ്, ഹൗസിംഗ് എൻവയോൺമെന്റ് ആൻഡ് ജനറൽ വെൽഫെയർ, റെസിഡൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു റെസിഡൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഹൗസിംഗ് എന്ന് പറയുന്ന സിറ്റി ഡെവലപ്മെന്റ് പ്ലാൻ അല്ലെ മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലാൻഡ് യൂസ് കമ്പണന്റ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതും ഗ്രീൻ ഹൗസ്, സസ്റ്റൈനബിൾ ഹൗസിംഗ്, ഗ്രീൻ റേറ്റിംഗ്, ഇതൊക്കെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നമ്മുടെ KTUക്കാരൊക്കെ പഠിച്ചായിരിക്കും. ദെൻ വില്ലേജ് പ്ലാനിങ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വരും. അതിനകത്ത് റൂറൽ പീപ്പിളിന്റെ കാര്യങ്ങളാണ്. അപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു എന്തെടുത്താലും നമുക്ക് എന്താ പറയാ നമ്മുടെ BRക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ടാണ്. ഇതിനകത്ത് കുറച്ച് നമ്മുടെ ജനറൽ PSCയുടെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ റൂറൽ ലോക്കൽ ഡെവലപ്മെന്റ് 3 ടയർ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് പഞ്ചായത്ത് രാജ്, അതുപോലെ തന്നെ ലിങ്കേജ് ബിറ്റ്വീൻ പഞ്ചായത്ത് രാജ്, പാർട്ടിസിപ്പേഷൻ ആൻഡ് റൂറൽ ഗവൺമെന്റ്, 5 ഇയർ പ്ലാൻ, റൂറൽ ഡെവലപ്മെന്റ്, 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്താണ്, 11th ഷെഡ്യൂള്, പിന്നെ ഗവൺമെന്റ് പ്രോഗ്രാംസ് ഓൺ റൂറൽ ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് പ്രോപ്പർട്ടി എലിവേഷൻ. ഓക്കെ, ഇനി റീജിയണൽ പ്ലാനിങ് ആൻഡ് റിസോഴ്സ് ഡെവലപ്മെന്റ് 5 മാർക്കാണുള്ളത്. അത് കമ്പാരിറ്റീവ്ലി സിവിലുകാർക്ക് കുറച്ച് പാടായിരിക്കും, മറ്റവർക്ക് എന്നാലും കുഴപ്പമില്ല, വായിക്കണം, എല്ലാവരും വായിക്കണം എന്നുള്ള കാര്യമാണ്. പ്ലാനിങ്, ഡീലിനിയേഷൻ ഓഫ് റീജിയൻസ് ഇൻ ഇന്ത്യ, റീജിയണൽ ഡീലിനിയേഷൻ ടെക്നിക്സ്, ഫാക്ടർ അനാലിസിസ്, ക്ലസ്റ്റർ അനാലിസിസ്, ഫ്ലോ അനാലിസിസ്, പിന്നെ റീജിയണൽ ഇന്ററാക്ഷൻ തിയറീസ് വരുമ്പോൾ സെന്റർ പ്ലേസ് തിയറി ഉണ്ട്, സിപ്സ് ഫ്രാഞ്ചൈസ് റൂൾ ഉണ്ട്, റീജിയണൽ ഗ്രോത്ത് സെക്ടർ തിയറി ഉണ്ട്, എക്സ്പോർട്ട്. ഇതൊക്കെ നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുവാണെങ്കിൽ നമ്മൾ BTech സിവിൽ കഴിഞ്ഞവർ തന്നെ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. കാര്യം എല്ലാം പുതിയ കാര്യമാണ്. ബെറ്റർ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് വോൺധുനൻ, വെബർ, ഡിസ്ട്രിക്ട് ആസ് എ റീജിയൻ, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ, റീജിയണൽ പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ദെൻ NCR, മുംബൈ, ചെന്നൈ, ദെൻ റീജിയണൽ ഇംബാലൻസസ്, എക്കണോമിക് ഡൈവേർജൻസ്, റിസോഴ്സ് റീജിയൻസ് ഇൻ ഇന്ത്യ, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്, ഇത് സിവിലുകാർക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് കൺസെപ്റ്റ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് അസസിംഗ് റിക്വയർമെന്റ്, പ്ലാനിങ് അമ്യൂണിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ റോൾ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, സാനിറ്റേഷൻ, സ്റ്റോം വാട്ടർ, മുനിസിപ്പൽ ആൻഡ് അതർ വേസ്, പവർ, ഫയർ, നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, civic type, hierarchical distribution of facilities, access to facilities, provision of location criteria, norms and standards, etc. Then managing infrastructure development, equity, access, level and efficiency, quality of service, paying capacity, pricing of infrastructure services. ഓക്കെ, ഇനി ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ആണ്. നമുക്ക് സിവിലുകാർക്കും ഒക്കെ കുറെ അറിയാവുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്നൊരു പേപ്പർ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിന്റെ റെലവൻസ് ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, urban forms and network patterns, then transport development, operational characteristics of transport modes and system, then geometric design of road and intersection, classification of road, hierarchy of road layout, road capacity, traffic and travel characteristics. Transportation പഠിക്കുന്നതാണ്, ട്രാഫിക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. റോഡ് ട്രാഫിക് സേഫ്റ്റി, റോഡ് സേഫ്റ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് പ്രോസസ്, പ്രോബ്ലം ഡെഫിനിഷൻ, ട്രിപ്പ് ജനറേഷൻ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ IJ വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ട്രിപ്പ് അസൈൻമെന്റ്, മോഡൽ സ്പ്ലിറ്റ് ആൻഡ് ഇവാലുവേഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവേ, ലാൻഡ് യൂസ്, സ്പീഡ് ആൻഡ് ജേർണി ടൈം ആൻഡ് ഡിലേ സർവേസ്, ട്രാഫിക് വോളിയം സർവേസ്, OD സർവേ, പാർക്കിംഗ് സർവേ, ട്രാൻസ്പോർട്ടേഷൻ സർവേ, കോംപ്രഹെൻസീവ് ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റഡീസ്, കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ, യൂസ് ഓഫ് അനാലിറ്റിക്കൽ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. അത്രയാണുള്ളത്. ഇനി പ്ലാനിങ്, ലെജിസ്ലേഷൻ ആൻഡ് ഗവേണൻസിനകത്ത് നമുക്ക് ലോ എന്താണ്, അതുപോലെ ലെജിസ്ലേഷൻ, ഓർഡിനൻസ്, ബില്ല്, ആക്ട്, റെഗുലേഷൻ, ബൈലോസ്, ഇതൊക്കെ എന്താണ്, അതുപോലെ ഏർബൻ പ്ലാനിങ്ങിൽ ഇതിന്റെ ലോയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, എമിനന്റ് ഡൊമെയിൻ ആൻഡ് പോലീസ് പവർ ലോ, ദെൻ എവല്യൂഷൻ ഓഫ് പ്ലാനിങ് ലെജിസ്ലേഷൻ, a brief history of planning legislation in India and abroad, then in Indian Constitution Article 21 rights and their implementation, then fundamental provision regarding property right, provisions relating to land and its development and its use, then central government statutory power and responsibilities, and state government union territory local authority with respect to urban development and legal structure. Then now town and country planning ആക്ടുകളുണ്ട്. ആക്ടുകളിനകത്ത് നമുക്ക്
regional plan, development plan, town planning scheme, area plannings, etc. Then Land Acquisition Act ഇതിനകത്ത് Urban Land Act, Slum Clearance or Slum Improvement Act, Rent Control Act, Environmental Protection Act, Environmental Protection and Pollution Control Act, Conservation and Management of Ancient Monuments and Archaeological Sites and Remains Act. ഇതൊക്കെ ആക്ടുകളാണ്. ഇതിനകത്ത് എന്താ പറയുന്നത്, ഏത് വർഷമാണ് പാസ് ചെയ്തത്, എനാക്ട് ചെയ്തത്, രണ്ടുമാണ് പഠിക്കാനുള്ളത്. ദെൻ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് സോണിംഗ്, സബ് ഡിവിഷൻ റെഗുലേഷൻസ്, ബിൽഡിംഗ് റെഗുലേഷൻ ആൻഡ് ബൈലോസ്. ഇനി ഗവേണൻസ് വരുമ്പോഴത്തേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന നമ്മുടെ സാലിയൻ പ്രൊവിഷൻസിന്റെ, അതായത് ഡെഫിനിഷൻ ഗവേണൻസിന്റെ, ഗവേണൻസ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്, അർബൻ ആൻഡ് റൂറൽ ഗവേണൻസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ, നീതി ആയോഗ് അതിന്റെ പോളിസീസ്, നീതി ആയോഗ് എന്നാണ് ഫോമുലേറ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേരുകൾ, അതൊക്കെ പഠിച്ചു വെക്കണം. ദെൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ഓഫ് 73rd and 74th ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് തന്നെയാണ്. ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഗവേണൻസ് പ്രോസസ്, ഡിസ്ട്രിക്ട് അതോറിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ്, പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്, then institutional framework for urban and rural development planning, national level committees and commissions on urbanization, then good governance and practices, effectiveness of e-governance mechanism. Then sustainable urban planning നകത്ത് വരുന്നത് climate change and urbanization. ഇതും കുറച്ചൊക്കെ നമ്മുടെ PCBയുടെ സിലബസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സിമിലർ ആയിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ആന്ത്രോപ്രോജനിക് കോസസ്, കാർബൺ സൈക്കിൾ, ഗ്ലോബൽ വാർമിംഗ്, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാനായിട്ട്. urban heat islands, international environmental negotiations and treaties like 1987 Montreal Protocol, 1992 Rio Convention on Biological Diversity, 1997 Kyoto Protocol, MDGs, GD, SD, SDGs, Environmental Development Interface, Resource Management, Exploitation and Conservation, Urbanization and Development on Environment, Management of Sensitive Zones in Urban Areas, Hills, Coast, Water Bodies and Waterfronts, Wetlands, etc. Then Pollution and Pollution Control, Source of Energy, Supply and Demand, Energy Consumption in Cities, Determinants of Energy Demand in Cities, Energy Planning and Management, Energy Efficient Development, Carrying Capacity Based Planning, Concept Parameters and Indicator Measures, Models and Case Studies in Urban Development, then role of EIA in the planning and decision making, green GDP, environmental accounting, green budgeting, carbon trading, carbon sequencing. ഇനി environmental planning and development ആണ്. എന്താണ് environmental planning? Settlement structure, അതുപോലെ തന്നെ urban ecosystem, environmental zones, calamities, disaster എന്താണ്, disaster preparedness and mitigation, concept of risk, hazard, vulnerability, resilience. പിന്നെ disaster management വരും. അത് നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയാണ്. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ് 10 മാർക്ക് വരും. അതിനകത്ത് നമുക്ക് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, ഗോള്, പ്രോസസ്സ്, ദെൻ കീ ഇഷ്യൂസ് ഇൻ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ഓഫ് urban സെറ്റിൽമെന്റ്, ദെൻ മുനിസിപ്പൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, റൂറൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, ഹൗസിംഗ് ബോർഡ്, ഡെവലപ്മെന്റ് അതോറിറ്റി, ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ് ആൻഡ് ബോർഡ്, കോപ്പറേറ്റീവ് ഏജൻസീസ്, പ്രൈവറ്റ് സെക്ടർ, NGOs, then development strategies, land management techniques for urban planning, housing and infrastructure development, management monitoring and evaluation techniques for the development of project, then participatory management process, managing joint ventures, then PPP in urban infrastructure projects, post occupancy management, അതുപോലെ തന്നെ management strategies in alternate development, public finance വരും, national finance commission in India, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഫൈനാൻസ് ഇവാലുവേഷൻ ടൂൾസ് ലൈക്ക് ഫിസ്ക്കൽ ഇമ്പാക്ട് അനാലിസിസ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ട്രഡീഷണൽ ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ് ഓഫ് പബ്ലിക് ഫൈനാൻസ് ഇൻക്ലൂഡിംഗ് പ്രോപ്പർട്ടി ടാക്സ്, യൂസർ ഫീ, ഇമ്പാക്ട് ഫീ, എക്സെട്ര, ടാക്സ് ഇൻക്രിമെന്റ്, ദെൻ സ്പെഷ്യൽ ഡിസ്ട്രിക്ട്, അതൊക്കെ ജസ്റ്റ് എക്കണോമിക്സ് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ urban കൺസർവേഷൻ, urban ഡിസൈൻ ആൻഡ് ലാൻഡ്സ്കേപ്പ് പ്ലാനിങ് 10 മാർക്കുണ്ട്. അതിനകത്ത് നമുക്ക് ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ, ഡിബേറ്റ്, അതിന്റെ ആവശ്യം, കൺസർവേഷൻ, പ്രിസർവേഷൻ, എത്തിക്സ്, ദെൻ ആർക്കിടെക്ചറൽ ആൻഡ് urban കൺസർവേഷൻ, പിന്നെ നമുക്ക് ഹിസ്റ്ററി, നോംസ്, പിന്നെ urban ഡിസൈനകത്ത് ആർക്കിടെക്ചറൽ, urban പ്ലാനിങ്, urban ഡിസൈൻ റിലേഷൻഷിപ്പ്, urban ഇമേജ് ആൻഡ് സ്പേസസ്, ഇമേജ് ഓഫ് ദ സിറ്റി, കെവിൻ ലിഞ്ച് പറഞ്ഞ കീ എലമെന്റ്സ്, then urban environment, organization and articulation of spaces, urban morphology, urban mass, enclosure, pattern and grain, elements of townscape, identity, techniques, urban design, inventories, visual survey, techniques of visual recording, site analysis, space and regulation of urban activities. Landscape planning നകത്ത് നമുക്ക് ഡിസൈൻ വരും, ഡിസൈൻ വിത്ത് ലാൻഡ് ഫോം, വാട്ടർ ആൻഡ് വെജിറ്റേഷൻ, റോൾ ഓഫ് സർഫസ് മെറ്റീരിയൽസ്, ഔട്ട്ഡോർ ഫിറ്റിംഗ് സ്ട്രക്ചേഴ്സ്, ലാൻഡ്സ്കേപ്പ് ഇക്കോളജി, അതുപോലെ തന്നെ
Management concept relates of urban ecology and urban habitats such as urban forests, riverbanks, regional parks, and agriculture green belt. The management of open space in urban areas, ecological, economic, and administrative issues. Okay, research methodology for planning 5 മാർക്കാണ്. അതിനകത്ത് റിസർച്ച് പാരഡിഗ്സ്, അതുപോലെ ടൈപ്പ് ഓഫ് റിസർച്ച്, ലിറ്ററേച്ചർ സ്റ്റഡീസ്, ലിറ്ററേച്ചർ മാപ്പ് വരും, then gap areas from literature review, then working hypothesis, research problem, research design, quantitative and qualitative research design, data collection, അതിനകത്ത് സർവേസ് ഒക്കെ വരും. ദെൻ ടൈപ്പ് ഓഫ് ഡേറ്റ മെത്തേഡ്, ഡേറ്റ മെഷർമെന്റ് ഉണ്ട്, ഡേറ്റ കളക്ഷൻ ഉണ്ട്, അനാലിസിസ് ഉണ്ട്, എത്തിക്സ് ഇൻ റിസർച്ച്, പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, അതായത് നമ്മൾ ഈ നമ്മുടെ R&Dയുടെ കുറച്ച് കാര്യങ്ങൾ പോലെയാണ് ഇവിടെ പറയുന്നത്. ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, സ്റ്റാറ്റിക്കൽ എറേഴ്സ്, നമ്മൾ മാത്സ് പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെക്നിക്, അനോവ, കൈ സ്ക്വയർ ടെസ്റ്റ്, കോറിലേഷൻ, റിഗ്രഷൻ, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. കുറച്ചൊക്കെ നമ്മൾ ബിടെക് മാത്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഈ കാര്യം ഓർക്ക്, അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബൌട്ട്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് may also appear in the question paper. എല്ലാ ടോപ്പിക്സും മുന്നേ പറഞ്ഞതും വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഇത്രയുമാണ് നമ്മുടെ സിലബസ്. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. സിവിലുകാരാണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് റിലേറ്റഡ് ടു ദിസ് പോസ്റ്റ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് ഒന്നും കമന്റ് കാണുന്നില്ല. ഹാവിങ് എനി ഡൗട്ട്സ് ചോദിക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം BRക്കാർക്കാണെങ്കിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് വീണ്ടും ഒന്നുകൂടെ പഠിച്ചാൽ മതി. പക്ഷേ ബിടെക് സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഒന്നേന്ന് പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ആ എക്സാംസ് ടൈം ഫ്രെയിമിനുള്ളിൽ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. വായിച്ച് പഠിച്ചെടുത്താലും നമ്മൾ മറന്നു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പം ബെറ്റർ ഏതെങ്കിലും ക്ലാസ്സസ് കേട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നത്തെ വെബിനാർ അറ്റൻഡീസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ കോഴ്സസ് ഒക്കെ ഓഫറിൽ കിട്ടും. സോ നിങ്ങൾക്ക് പഠിക്കാനും ഈ എക്സാം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാം. നമ്മൾ ആസ് പെർ സിലബസ് 100% സിലബസ് കവർ ചെയ്തായിരിക്കും ക്ലാസ്സസ് ഇടുക. സോ ദാറ്റ് നിങ്ങൾക്ക് വേറൊരു സോഴ്സും ഡിപ്പെൻഡ് ചെയ്യേണ്ട വരത്തില്ല. ഫുള്ളി നമ്മുടെ കോഴ്സസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ, വേറൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി എക്സാംസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാറും ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. സോ നമുക്ക് അതിനെ കുറിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് ലൈവിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആവും. ഓക്കെ, സോ താങ്ക് യു.